ഹായ്, ഇന്നത്തെ റെസിപ്പി വാഴച്ചുണ്ടും പയറുമാണ്. വാഴച്ചുണ്ടിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അവയെപ്പറ്റി ഒന്ന് പറയാം. നമ്മുടെ ശരീരത്തിൽ വിളർച്ച തടയാൻ, ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാനും പ്രമേഹം നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു. കൂടാതെ ഡൈജഷൻ പ്രോസസ്സ്, വയറ്റിലെ അസിഡിറ്റി, ആർത്തവ സമയത്തെ വയറുവേദന എല്ലാം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ സ്ട്രെസ് അകറ്റി നിർത്താനും അതോടൊപ്പം തന്നെ നമുക്ക് നല്ല ഉറക്കം തരാനായിട്ടും ഈ വാഴച്ചുണ്ട് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് വാഴച്ചുണ്ടിന്. അപ്പോൾ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഈ വെള്ളപ്പൂ വെച്ച് നമുക്ക് തോരൻ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ കുട്ടികളായിരുന്ന സമയത്ത് ഇതിൽ നിന്ന് തേനൊക്കെ നമ്മൾ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് ആദ്യത്തെ 2-3 ലെയേഴ്സ് ഇങ്ങനെ മാറ്റിയെടുക്കുകയാണ് ഇവിടെ. 2-3 ലെയേഴ്സ് നമുക്ക് ആവശ്യമില്ല, അപ്പോൾ അത് മാറ്റി കളയണം. അതിനുശേഷം ചെറുതായിട്ട് കൊത്തി അരിയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കൊത്തി അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇവിടെ എടുത്തിരിക്കുന്നത് ഏത്തവാഴയുടെ ചുണ്ടാണ്. ആദ്യം കൈവച്ച് അരിയാമെന്നായിരുന്നു ഓർത്തത്, പക്ഷെ അത് ഒരുപാട് സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങളത് വെജിറ്റബിൾ കട്ടറിലേക്ക് മാറ്റി. അതിനുശേഷം 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എണ്ണ ഒഴിക്കുന്നത് കറ കളയാനായിട്ടാണ്. അതിനുശേഷം ഒരു പപ്പടക്കമ്പി എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലൊരു നാര് പോലൊരു സംഭവമുണ്ട്, അതെടുത്ത് മാറ്റണം. പണ്ടുകാലത്ത് ഇതിന് പകരമായിട്ട് യൂസ് ചെയ്തിരുന്നത് ഈർക്കലയായിരുന്നു. ഈ പ്രോസസ്സ് വീണ്ടും വീണ്ടും ഒന്ന് കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ വെക്കുക. ചട്ടി ചൂടാകുമ്പോഴേക്കും 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 2 ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കറിവേപ്പില ഇടുന്നുണ്ട്. എന്നിട്ടെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇളക്കി കൊടുക്കുക നന്നായിട്ട്. രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു സവോള നീളത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി പെട്ടെന്ന് ഈ കറിയൊന്ന് മിക്സായിട്ട് വരാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഈ സമയത്ത് കൂടുതൽ എരിവ് ആവശ്യമുള്ളവർ 2 പച്ചമുളക് വേണേലും കട്ട് ചെയ്തിടാം. അതിനുശേഷം വാഴച്ചുണ്ട് അരിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് മൂടി വെക്കുകയാണ് 2-3 മിനിറ്റ്. അതിനുശേഷം വീണ്ടും ഇളക്കുകയാണ്. വൻപയർ വേവിച്ചത് ഏകദേശം ഒരു 6 മണിക്കൂർ വെള്ളത്തിൽ അല്ലെ 4 മണിക്കൂറേലും വെള്ളത്തിൽ ഇട്ടതാണിത്. അത് കഴുകി 1 കപ്പ് വെള്ളവും ഒഴിച്ച് അതുപോലെ കുറച്ച് ഉപ്പും ഇട്ട് 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്താണ് കുക്കറിൽ വെക്കുന്നത്. അത് നമ്മൾ കറിയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാനായി ഇവിടെ 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. വലിയ തേങ്ങയാണ്, അത് ചിരകിയത്. പിന്നെ അതുപോലെ തന്നെ 5-6 കൊച്ചുള്ളിയുണ്ട്, കറിവേപ്പില, പിന്നെ 5-6 വെളുത്തുള്ളിയുണ്ട്, കാന്താരിമുളക് ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ജീരകമുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം കറിയിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അരപ്പിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, വെള്ളമില്ലാതെയാണ് അരപ്പ് അരച്ചെടുത്തത്. ഈ കറി ഉണ്ടാക്കുന്നത് സിമ്മിലിട്ടാണ്. ഇതിന് ശേഷം ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ആവശ്യമായ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഉപ്പ് ഒന്നും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കണം. കുറവാണെങ്കിൽ അല്പം കൂടി ഇട്ട് കൊടുക്കുക.
നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ കറി ഏകദേശം ആവാറായിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. ഇനി സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു സോ മച്ച്.